ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ വളരെ ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണ്. എറണാകുളത്ത് നിന്ന് വിവാഹം കഴിച്ച് കോഴിക്കോട് പന്തീരങ്കാവിലേക്ക് കൊണ്ടുവന്നൊരു കുട്ടിയെ വളരെ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ ഒരു വാർത്ത. അത് കേസല്ലായതാണ്. ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതായത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുക്കള കാണാനായിട്ട് വധുവിൻ്റെ വീട്ടിൽ നിന്ന് വരൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഈ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിനിരയായി. അവളുടെ ശരീരത്തിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ആ കുട്ടിയും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അതിന് പ്രകാരം അവർ സ്വാഭാവികമായിട്ട് നമ്മളെന്തായാലും പിന്നെ കേസ് ഫയൽ ചെയ്യുമല്ലോ. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. കുട്ടിയും കൂട്ടി ആ അച്ഛനും അമ്മയും തിരിച്ചു പോയി. അവിടെ നിന്ന് അവൾ കഴിഞ്ഞ 3-ാം തീയതി അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം കുട്ടിയെ കാണുന്നില്ല, മിസ്സിങ് ആണ്. അങ്ങനെ മിസ്സിങ് ആയതുകൊണ്ട് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത്, ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ആ കുട്ടി ലൈവിൽ വന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞ കളവാണ്, ഞാൻ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദുരൂഹതയുണ്ട് അതിൽ. ഇത് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ പെൺകുട്ടി കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അന്ന് ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ചുമൊക്കെ വളരെ മോശമായി പറഞ്ഞതുകൊണ്ട് ഉള്ള വൈരാഗ്യം കൊണ്ടാണ് ആ കുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ലൈവ് ഇട്ടതിന് ശേഷം ആ കുട്ടി ലോകത്തുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇത് അധികൃതർ വളരെയധികം ഗൗരവത്തോടുകൂടി തന്നെ എടുക്കണം. ഇന്ന് നമ്മുടെ അവിടെയാണെങ്കിൽ നാളെ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കേണ്ട സംഭവം തന്നെയാണിത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു മനസമാധാനത്തോടെ കുട്ടികളെ മറ്റു വീടുകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ. ഇന്നെന്നല്ല മുമ്പൊക്കെ തന്നെയും വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടി ആ വീട്ടിലൊരു 3-ാം കിട പൗരനാണ്. എന്താണ് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ കേരളവും നമ്മുടെ സംസ്കാരവും ഒന്നും മാറാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്നും ഇന്നും വിവാഹത്തിൻ്റെ തലേ ദിവസം വരെ മാത്രമേ ഉള്ള സന്തോഷമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ചോദ്യചിഹ്നമാണ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ. അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരും അതിൻ്റെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യണ വിഷയത്തിൽ. അച്ഛൻ വളരെയധികം ദുഃഖത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അറിയില്ല. അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അവരോടൊപ്പം ഉണ്ടാകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അവരോടൊപ്പം നിൽക്കണം. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, ജീവനാണ്. അത് നിലനിർത്തണ്ടേ ശരിക്കും, അല്ലേ? ഓക്കെ, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.